ഇന്ന് ജീവിക്കുന്നത്. ടാബുകളിലും കമ്പ്യൂട്ടറുകളിലും ഇൻ്റർനെറ്റുകളിലും മൊബൈൽ ഫോണുകളിലും സമയം ചെലവഴിക്കുന്ന നമ്മുടെ കുട്ടികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മനുഷ്യത്വം ലവലേശം തൊട്ടു തീണ്ടാത്ത തലമുറ, നിഷ്കളങ്കത നഷ്ടപ്പെട്ട ബാല്യം. മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. എന്നാൽ ഇന്ന് ഈ ആശയത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? പഠനത്തോട് താല്പര്യമില്ലാത്ത, മാതാപിതാക്കളെ തിരിച്ചറിയാത്ത, ഗുരുക്കന്മാരെ ആദരിക്കാത്ത, ദൈവവിശ്വാസം അപ്പാടെ നഷ്ടപ്പെട്ട ഒരു തലമുറ ഇത്തരമൊരു സമൂഹത്തിൽ എത്രത്തോളം എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മോളെ, നീ നിന്റെ കൂട്ടുകാരോട് പറയണം, ആകെ ആവശ്യമുള്ളത് വൃത്തിയുള്ളൊരു മുഖവും ചീകി ഒതുക്കിയ തലമുടിയും മാത്രമാണ്. റോബർട്ട് റൈക്സ് മെഴ്സി എന്ന് പറയുന്ന ഒരു പറഞ്ഞ വാക്കുകളാണിവ. 1780 ഇംഗ്ലണ്ടിലെ തെരുവീഥികളിലൂടെ റോബർട്ട് റൈക്സ് തൻ്റെ തോട്ടക്കാരൻ്റെ ഭവനത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോഴേക്കും കുറേയധികം കുട്ടികൾ തെരുവിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതിനിടയിൽ അവർ പരസ്പരം പോരടിക്കുന്നു. ഒരു കുട്ടി റോബർട്ട് റൈക്സിൻ്റെ ദേഹത്ത് വന്നൊന്ന് തട്ടി. എന്നിട്ട് കുട്ടി തിരിഞ്ഞു നോക്കാതെ, ഒരു സോറി പോലും പറയാതെ തിരികെ പോകുന്നു. അപ്പോൾ റൈക്സ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ. അപ്പോൾ ഒരു കുട്ടി മറുപടി പറയുകയാണ്, നിങ്ങൾക്കെന്താ കാര്യം? നിങ്ങൾ എന്തിനാണ് ഇത് ചോദിക്കുന്നേ? തുടർന്ന് റൈക്സ് എന്ത് ചെയ്യുന്നു? അപ്പോൾ തോട്ടക്കാരൻ്റെ ഭാര്യ പറഞ്ഞു, ഈ കുട്ടികളെ ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അവയെ വെളുത്ത അടിമകളെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഇത് റോബർട്ട് റൈസിനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആരുടെയും സംരക്ഷണം ലഭ്യമാകാതെ, ആരും വിദ്യ പകർന്നു നൽകുവാനില്ലാതെ, ഒരു പരിശീലനവും സാധ്യമാകാതെ, ദൈവിക വിശ്വാസത്തെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാതെ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന നിഷ്കളങ്ക ബാല്യങ്ങൾ. അദ്ദേഹം തൻ്റെ സുഹൃത്തായ തോമസ് കുക്കിനെ വിളിച്ചു. ഞാൻ സൺഡേ സ്കൂൾ ആരംഭിക്കും. അങ്ങനെ ഫാക്ടറികളിലും മറ്റും പണിയെടുക്കുന്ന ഈ കുട്ടികളെ ഒഴിവ് ദിവസം ഒരു സ്ഥലത്ത് കൂട്ടിവരുത്തുവാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ആദ്യം കടന്നു വന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച പള്ളിക്കൂടം ആരംഭിച്ചു. അന്ന് മേഴ്സിയോട് ചോദിച്ചു, നീ നിന്റെ കൂട്ടുകാരെ കൊണ്ടുവരാത്തതെന്തേ? അപ്പോൾ മറുപടി പറയുകയാണ് കുട്ടി, നോക്കണേ, ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴുക്ക് നിറഞ്ഞതാണ്, ഒപ്പം ഞങ്ങളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതാണ്. റോബർട്ട് റൈസ് പറഞ്ഞു, നീ നിന്റെ കൂട്ടുകാരോട് പറയണം, ആകെ ഒരു മുഖവും ചീകി ഒതുക്കിയ ഒരു തലമുടിയും മാത്രം. അവൾ കൂട്ടുകാരോട് പറഞ്ഞു. ഓരോ ദിവസവും കുട്ടികൾ കൂടി വന്നു. ദൈവവചനം അവിടെ പ്രഘോഷണം നടത്തുന്നു. ഒപ്പം തന്നെ ആ കുട്ടികളിൽ രൂപാന്തരമുണ്ടാക്കുവാൻ, ആ ദേശത്ത് തന്നെ രൂപാന്തരമുണ്ടാക്കുവാനായിട്ട് റോബർട്ട് റൈസ് കഴിഞ്ഞു. അങ്ങനെ 1780 ആരംഭിച്ച പടർന്ന് പന്തലിച്ച് നമ്മുടെ ഇടങ്ങളിൽ നിൽക്കുകയാണ്. നാം എത്രത്തോളം, അതായത് ഈ അഖിലലോക സൺഡേ സ്കൂൾ ദിനത്തിൽ റോബർട്ട് റൈക്സിന് കൊടുത്ത ദൈവിക ദർശനത്തിനായിട്ട് ഒരു നന്ദി പറയുന്നൊരു ദിനം കൂടെ. ഇനി എന്തുകൊണ്ട് ഞാൻ സൺഡേ സ്കൂൾ പഠിക്കും? ഇനി സൺഡേ സ്കൂൾ പഠിച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരാല്ലേ. എന്തുകൊണ്ടാണ് സ്കൂൾ പഠിക്കേണ്ടത്? സഭയുടെ പ്രധാന ശുശ്രൂഷകളിൽ ഒന്നാണ് സൺഡേ സ്കൂൾ. അപ്പോൾ ഈ സൺഡേ സ്കൂളിലൂടെ തലമുറകളിലേക്ക് ദൈവവചനം പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. വ്യക്തിബന്ധത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ സൺഡേ സ്കൂൾ അത്യാവശ്യം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭകളിൽ സൺഡേ സ്കൂളിന് പ്രമുഖ സ്ഥാനമുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി സൺഡേ സ്കൂളിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ഉപദേശ സത്യങ്ങളെ ക്രമമായും ചിട്ടയായും പഠിപ്പിക്കുന്നതിലൂടെ കൂടുതലായിട്ട് അറിയുന്നതിന് സാധിക്കുന്നു. കൂടാതെ ദൈവസ്നേഹത്തെ കുട്ടി തിരിച്ചറിയുന്നു. അവൻ അവൻ്റെ ഭവനത്തിൽ, അവൻ സഭയിൽ, സമൂഹത്തിൽ മൂല്യബോധമുള്ളവനായിട്ട് വളരുവാനായിട്ട് അവന് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒന്നാമതായി, അനുസരണയും ബഹുമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സൺഡേ സ്കൂൾ അത്യാവശ്യമാണ്. അനുസരണയും ബഹുമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ. നാം ഇന്ന് ലേഖന വേദഭാഗമായി വായിച്ച എഫേസ്യർ 6 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ദൈവ പൈതലിൽ ഉണ്ടാകേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുന്നു. ഒന്നാമതായി, ഒരു ദൈവ പൈതലിൽ ഉണ്ടാകേണ്ട ഗുണം എന്ത്? മാതാപിതാക്കളെ അനുസരിക്കുക. ഇനി മാതാപിതാക്കളെ അനുസരിച്ചാൽ കിട്ടുന്ന അനുഗ്രഹം എന്താണ്? ദീർഘായുസ്, നന്മ അവൻ്റെ ജീവിതത്തിന് ചെയ്യും. അതായത് അതോടൊപ്പം തന്നെ ആ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ പാലിക്കപ്പെടേണ്ട ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കൽപ്പനയുണ്ട്. ഏതാണ് ആ കൽപ്പന? നിനക്ക് നന്നായിരിക്കാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഒരു വിദ്യാർത്ഥിയുടെ വിജയകരമായ ജീവിതത്തിന് പിന്നിലെ ശ്രേഷ്ഠ കൽപ്പന, കുട്ടി പാലിക്കപ്പെടേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന. ഈ ഭൂമുഖത്ത് അനുഗ്രഹമേറിയ ജീവിതം നയിക്കാൻ, ദീർഘായുസ്സോടെ ജീവിക്കാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഇനി ഈ കൽപ്പനകളെ എങ്ങനെ പാലിക്കണം? നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെ ഉവണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. അപ്പോൾ നാം എന്ത് ചെയ്യണം? മക്കൾ എന്താ ചെയ്യേണ്ടത്? മാതാപിതാക്കളെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി കണ്ട് അവരെ അനുസരിക്കേണ്ടതാകുന്നു. നമുക്കറിയാം, ഇന്നത്തെ തലമുറയ്ക്ക് മുതിർന്നവരെ ബഹുമാനിക്കാനോ അനുസരിക്കാനോ കഴിയുന്നില്ല. ആരുടെയും ഉപദേശവും അവർ പലതിനും ശാഠ്യം പിടിക്കുന്നു. അപ്പോൾ അവിടെ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. എന്നാൽ യേശു ജ്ഞാനത്തിലും കൃപയിലും വളർന്നു വന്നു. നമുക്കും നമ്മുടെ മക്കളെ ജ്ഞാനത്തിലും കൃപയിലും വളർത്താം. ക്രിസ്ത്യാനികളായ നമുക്ക് അനുഗ്രഹീതമായ താക്കോലാണ് അനുസരണം എന്ന് തന്നെ പറയാം. അതായത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അനുസരണം. അപ്പോൾ നാം അനുസരിക്കുമ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കപ്പെടണം. നാം ദൈവകൽപ്പനകളെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അനുസരിച്ചാൽ എന്ത് കിട്ടും? അനുഗ്രഹം. അനവധിയായ നന്മകൾ കിട്ടും. ഐശ്വര്യം, ആരോഗ്യം കിട്ടും. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് വിജയം നേടുവാനുള്ള എല്ലാ സാധ്യതകളും അനുസരണത്തിലൂടെ നമുക്ക് ലഭിക്കും. കൂടാതെ ആത്മീക വളർച്ചയിലേക്ക് നമ്മെ നയിക്കും. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അതുപോലെ നമുക്കും നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ അനുസരണയിലും ബഹുമാനത്തിലും നമ്മുടെ മക്കളെ വളർത്താം. രണ്ടാമതായി, കുഞ്ഞുങ്ങളെ ദൈവിക പരിജ്ഞാനത്തിൽ അഭ്യസിപ്പിക്കുക. സൺഡേ സ്കൂളിൻ്റെ ആവശ്യകത കുഞ്ഞുങ്ങളെ ദൈവിക പരിജ്ഞാനത്തിൽ അഭ്യസിപ്പിക്കാൻ സൺഡേ സ്കൂൾ ഏറ്റവും അത്യാവശ്യം. നാം ഇന്ന് വായിച്ചു കേട്ട അതിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം എങ്ങനെ ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തുന്നു എന്ന് കാണാം. ഇവിടെ ഇസ്രായേൽ ജനത തങ്ങളുടെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ മോശ അവരെ എന്ത് ചെയ്യുന്നു?
കനാൻ ദേശത്തേക്ക് പോകാനുള്ള ആ നിർദ്ദേശങ്ങളൊക്കെ ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ മോശയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് നൽകുന്നു. ജനങ്ങളുടെ നിരന്തരമായ പാപവും അലഞ്ഞു തിരിയലും ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ ജനതയെ ദൈവം സ്നേഹിച്ചു. അവരെ കരുതി, അവരെ കരം പിടിച്ച് വഴി നടത്തി. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്ക്, എങ്ങനെ സ്നേഹിക്കാമെന്ന് പറയുന്നു. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നാം ദൈവത്തെ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഓരോ ചിന്തയിലും വികാരത്തിലും ആഗ്രഹത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ ദൈവ സ്നേഹം തുളുമ്പണം എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവം എങ്ങനെയെന്ന് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരു കൽപ്പന കൂടെയാണ് ഇത്. ഇനി വീണ്ടും മത്തായി 22-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ കൽപ്പന കാണാം. അതായത് യേശുക്രിസ്തു ഈ കൽപ്പനയെ മഹത്തായ കൽപ്പന എന്ന് കണ്ടു. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കണം. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. വചനം ആദ്യം എൻ്റെ ഹൃദയത്തിലുണ്ടാകണം. എന്നിട്ട് നാം എന്ത് ചെയ്യണം? അതിനെ എൻ്റെ മക്കൾക്ക് ശ്രദ്ധയോടെ വചനം ഉണ്ടാകണം. എന്നിട്ട് വേണം നാം എന്ത് ചെയ്യാൻ? എൻ്റെ മക്കൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ശ്രദ്ധയോടെ പറഞ്ഞു കൊടുക്കണം വചനത്തെ. എന്നിട്ട് എന്ത് ചെയ്യണം? നീ വീട്ടിലിരിക്കുമ്പോൾ, നീ കിടക്കുമ്പോൾ, നീ എഴുന്നേൽക്കുമ്പോൾ, നീ വഴി നടക്കുമ്പോൾ ഒക്കെയും അത് നിന്റെ നെറ്റിയിലും കൈകളിലും ഒക്കെ അത് എന്ത് ചെയ്യണം? പട്ടമായി നിൽക്കണം. കൂടാതെ കട്ടിളകളിന്മേൽ, പടിവാതിലുകളിന്മേൽ ഒക്കെ ഈ വചനത്തെ എഴുതണം. എത്ര ആഴത്തിലുള്ള ഹൃദയസ്പർശിയായ ദൈവിക വാക്കുകളാണിവ. നമ്മുടെ പൂർവ്വപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ അവർ ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞവരായിരുന്നു. അവർ അതായത് ചേർത്ത് പിടിച്ചു. അവർ നടന്ന വിശ്വാസത്തിന്റെ പാതയിലേക്ക് തങ്ങളുടെ മക്കളെ വഴി നടത്തി. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നടത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മക്കൾ യഥാർത്ഥമായി ദൈവത്തെ അറിയുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം, ദൈവവിശ്വാസം അവരിലുണ്ടോ? ക്രമമായി ബൈബിൾ വായിക്കുന്നവരാണോ നമ്മുടെ മക്കൾ? നാം ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നാം ചെയ്യാറുണ്ട്. നമ്മുടെ മക്കൾക്ക് വിശക്കുന്നതിന് മുൻപ് തന്നെ ഭക്ഷണം കൊടുക്കും, ആവോളം ഭക്ഷണം കൊടുക്കും. എന്നാൽ നാം നമ്മുടെ മക്കൾക്ക് ദൈവവചനം ആവോളം കൊടുക്കാറുണ്ടോ? നമ്മിലുണ്ടാകണം. ഭൗതിക വളർച്ച കൊണ്ട് മാത്രം ജീവിത വിജയം കൈവരിക്കാൻ കഴിയില്ല. ആത്മീക വളർച്ചയുണ്ടാകണം. ആത്മീക വളർച്ചയുണ്ടായാൽ നമുക്കെല്ലാം ജീവിതത്തിൽ സ്വന്തമാക്കാൻ ചെയ്യുക തന്നെ പറ്റും എന്നുള്ളത് നാം ഓർമ്മിക്കുക. ഇനി ആത്മീക വളർച്ചയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? തലമുറകൾ നഷ്ടമാകും. നഷ്ടമായാൽ എന്താ? അത് നമ്മുടെ കുടുംബത്തിന് നഷ്ടം. കുടുംബത്തെക്കാൾ ഉപരി ആർക്ക് നഷ്ടമാണ്? സഭയ്ക്ക് നഷ്ടം. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ ക്രിസ്തു യേശുവിൽ പരിപാലിക്കപ്പെടേണ്ടതുണ്ട്. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് കുടുംബമായിട്ട് യഹോവയെ സേവിക്കാനായിട്ട്. ഇനി സൺഡേ സ്കൂൾ അധ്യാപകനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത സൺഡേ സ്കൂൾ അധ്യാപകന് തന്നെയാണ്. നമുക്കറിയാം, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപേ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? നിലം ഒരുക്കുന്നതിനാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യണം? നല്ല നിലങ്ങളായിട്ട് ഒരുക്കിയിട്ട് വേണം നാം അതിൽ വിത്തുകൾ വാരി വിതറാൻ, വിത്തുകൾ പകർന്നു കൊടുക്കാൻ. പലപ്പോഴും
നാം കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാതെയാണ് അവരിൽ ദൈവവചനം നൽകുന്നത്. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അവരുടെ ജീവിതാവസ്ഥ തികച്ചും അങ്ങനെയാകുമ്പോൾ സൺഡേ സ്കൂളുകൾ ജീവിത ഗന്ധിയായിട്ട് മാറുക തന്നെ ചെയ്യും. കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുവാനും നമുക്ക് കഴിയണം. ആഴമേറിയ ദൈവ അനുഭവം കുഞ്ഞുങ്ങളിൽ നൽകുവാൻ സൺഡേ സ്കൂളുകളിലൂടെ നമുക്ക് സാധിക്കണം. ഇനി മക്കൾ പഠിച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കളിലെത്തി വലിയൊരു തൊഴിൽ മേഖലയൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സൺഡേ സ്കൂളുകൾ ഏറ്റവും പ്രചോദനവും മാർഗനിർദ്ദേശവുമായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ മക്കളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാനും വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാനും കഴിഞ്ഞാൽ നമ്മുടെ സൺഡേ സ്കൂൾ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി മൂന്നാമതായിട്ട് അതായത് സൺഡേ സ്കൂളിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിപോഷണം സാധ്യമാക്കുന്ന ഇടങ്ങളായി തീരണം സൺഡേ സ്കൂളുകൾ. വിശ്വാസത്തിൻ്റെ പരിപോഷണം സാധ്യമാക്കുന്ന ഇടങ്ങൾ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ ശക്തമായിട്ടുള്ള എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. ദുഷ്ടന്റെ തീയമ്പുകളെ തകർക്കുവാൻ ഉള്ള ശക്തമായിട്ടുള്ള ആയുധമാണ് വിശ്വാസം. സാഹചര്യം ഏത് തന്നെയായാലും വിശ്വാസം എന്ന കവചം നമ്മുടെ ഏവരുടെയും കരങ്ങളിൽ ഏന്തിയേ മതിയാകും. യോസഫിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതായത് സ്വന്തം സഹോദരങ്ങൾ യോസഫിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുമ്പോഴും അടിമയായി വിൽക്കപ്പെടുന്ന സന്ദർഭത്തിലും പോത്തിഫറിൻ്റെ വീട്ടിൽ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിലും വിശ്വാസം, ഉറപ്പേറിയ വിശ്വാസത്തോടുകൂടി യോസഫിന് നിൽക്കുവാൻ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുകയും ചെയ്തു. നമുക്കും നമ്മുടെ മക്കൾക്ക് അവരുടെ കരങ്ങളിൽ വിശ്വാസമെന്ന പരിച നൽകാം. ഇനി വിശ്വാസമില്ല എങ്കിലോ എന്ത് സംഭവിക്കും? അത് നമ്മെ ആനത്തിയിലേക്ക് കൊണ്ടെത്തിക്കും. അതിനാൽ സൺഡേ സ്കൂൾ അധ്യാപകരായാലും മാതാപിതാക്കളായാലും നാം എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ വിശ്വാസം എന്ന കവചം മക്കളുടെ കരങ്ങളിൽ നൽകാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്കിൽ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവവചന അടിത്തറയിൽ പ്പോഴാണ് എൻ്റെ ജീവിതം ഏറ്റവും നിർമ്മലമായി തീരുന്നത്. നാം എൻ്റെ ജീവിതത്തെ നിർമ്മലമാക്കണം, അത് ദൈവവചന അടിത്തറയിൽ. ഇനി ക്രിസ്തീയ വിദ്യാഭ്യാസത്തെ വിശാല അർത്ഥത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ സൺഡേ സ്കൂളിന് 2 തലങ്ങളുള്ളതായിട്ട് മനസ്സിലാക്കാം. ഒന്നാമതായി നമുക്ക് ഇങ്ങനെ പറയാം, വേരുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം. നമുക്കറിയാം, ഏത് കെട്ടിടം നിർമ്മിച്ചാലും അതിന് നല്ലൊരു ബേസ്മെന്റ് അടിസ്ഥാനം ഉണ്ടാകണം. ഇനി അടിസ്ഥാനം ശരിയല്ല എങ്കിൽ എന്ത് സംഭവിക്കും? കെട്ടിടം നിലംപരിശാകും അല്ലേ? അപ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒന്നാമത്തെ അടിത്തറ കുടുംബങ്ങളാകണം. കുട്ടിക്ക് അടിത്തറ കിട്ടേണ്ട ഒന്നാമത്തെ ഇടം എവിടെയാണ്? നമ്മുടെ ഭവനങ്ങൾ, കുടുംബങ്ങൾ. ഇനി രണ്ടാമത്തെ ദൗത്യം ആരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല അടിത്തറ കിട്ടണം. നല്ല അടിത്തറ കിട്ടണമെങ്കിൽ അത് ഒന്നാമത് കുടുംബങ്ങളിൽ നിന്നാകട്ടെ, രണ്ടാമത് സഭകളിലെ സൺഡേ സ്കൂളുകളിൽ നിന്നാകട്ടെ. ഇനി രണ്ടാമതായി പുറമേക്ക് പകർന്നു നൽകുന്നൊരു പ്രസ്ഥാനമാണ് സൺഡേ സ്കൂൾ. പുറമേക്ക് പകർന്നു നൽകുന്നൊരു പ്രസ്ഥാനമാണ് അതായത് തിരുവചന സത്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ഒരിടം. അത് ദൈവരാജ്യ മഹത്വത്തിനും ദൈവരാജ്യ വിസ്തൃതിക്കും കാരണമാവുക തന്നെ ചെയ്യും. ഓർമ്മിക്കുക. ഇനി ഒരിക്കലും യേശു കുഞ്ഞുങ്ങളെ വില കുറച്ച് കണ്ടതേയില്ല. അന്നത്തെ സമൂഹം അടുത്തി കാണുമ്പോൾ യേശു പറയുന്നു, ദൈവരാജ്യത്തിന് അർഹരായവർ ഇവർ തന്നെയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കാണുന്ന, കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു ദർശനമുള്ള യേശു. ഇനി കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു പാഠശാലകളെന്ന് പറയാം.
നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. യേശുവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വന്ന യേശു പറയുകയാണ്, ഇതുപോലെയുള്ളവർക്കാണ് അനുഗ്രഹം, ഇതുപോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. എന്നാൽ മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനങ്ങൾ നൽകണം. ഒപ്പം തന്നെ ചില മുന്നറിയിപ്പുകളും നൽകേണ്ടതുണ്ട്. അതായത് പഠനത്തിൽ മോശമെന്ന് പറഞ്ഞേക്കാം, ചിലപ്പോൾ അധ്യാപകർ പറഞ്ഞേക്കാം, നിങ്ങളുടെ കുട്ടി എന്ന് പറയാം. അപ്പോൾ അവനെ അതോടെ തള്ളിക്കളയുകയല്ല. നമുക്ക് പറയാൻ കഴിയണം, നിന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് നന്നാകാൻ കഴിയും എന്ന് നമുക്കും പറയാൻ കഴിയണം, മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം. അത് ഏറ്റവും വലിയ പ്രോത്സാഹനം തന്നെയാണ്. ഇനി നമുക്കാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ മക്കളെ പുറത്തിറക്കുവാൻ ശരിയാണ്, അതായത് ചതിക്കിണികളൊക്കെ ധാരാളമുള്ള കാലഘട്ടം. എന്നാൽ ദൈവഭയവും സമൂഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും നമ്മുടെ മക്കൾക്ക് നൽകണം. ദൈവവചനത്തെ ഹൃദയത്തിൽ അവർക്ക് നൽകണം. ദൈവവചനത്തെ ചേർത്ത് പിടിച്ച് മുന്നേറാനായിട്ട് നമ്മുടെ മക്കളെ വിശ്വാസ ജീവിതത്തിലെ ദീപസ്തംഭങ്ങളായി മാറേണ്ടവരാണ് മാതാപിതാക്കൾ. വിശ്വാസ ചൈതന്യം പേറുന്ന മാതാപിതാക്കൾ കരയിലെ വിളക്കുമരം പോലെയാണ്. അതായത് മക്കൾക്ക് ദിശാബോധം നൽകാൻ കഴിയുന്നവർ. കൂടാതെ കുട്ടിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും മാതാപിതാക്കളിൽ അവർ സംരക്ഷിക്കും എന്ന് ഒരു ഉറപ്പുണ്ടാകണം. തങ്ങൾ വിദൂരതയിലല്ല എന്ന് ഉറപ്പ് കിട്ടണം. അത് എവിടെ നിന്നാണ് കിട്ടേണ്ടേ? മാതാപിതാക്കളിൽ നിന്ന്. ഇത് കുഞ്ഞുങ്ങളിൽ ആത്മവിശ്വാസവും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇപ്പോൾ നാം ചിന്തിച്ചത് സൺഡേ സ്കൂളിൻ്റെ ആവശ്യകത ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം, അതായത് അനുസരണയും ബഹുമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമാണ്. ദൈവിക പരിജ്ഞാനത്തിൽ കുട്ടിയെ അഭ്യസിപ്പിക്കാൻ സൺഡേ സ്കൂൾ ആവശ്യമാണ്. മൂന്നാമതായി ഞാൻ പറഞ്ഞു, വിശ്വാസ പരിപോഷണം സാധ്യമാക്കാൻ. ഇനി ഈ അഖിലലോക സൺഡേ സ്കൂൾ ദിനത്തിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മുടെ മക്കളെ കോപിപ്പിക്കയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. നമുക്ക് നമ്മുടെ മക്കളുടെ ഭാഗത്ത് വന്നുപോയ വീഴ്ചകളെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അവരോട് ചേർന്നിരിക്കുവാൻ കഴിയണം. ദൈവവുമായുള്ള നല്ല ബന്ധത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. മനുഷ്യത്വം മരവിച്ച ലോകത്ത് മനുഷ്യത്വമുള്ളവരായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ വളർത്താം. സദൃശവാക്യങ്ങൾ പറയുന്നു, ബാലൻ നടക്കേണ്ട വഴിയിൽ തന്നെ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിങ്കിലേക്ക് നയിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് പിന്നീടുണ്ടാകുന്ന വലിയ മനോവ്യതയെ തടയുവാനും അവരുടെ ഭാവി ഏറ്റവും ശോഭനകരമാകുവാനും സഹായിക്കും. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും എല്ലാം തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവരാജ്യ മഹത്വത്തിനും ദൈവരാജ്യ വിസ്തൃതിക്കും വേണ്ടി നമുക്ക് നമ്മുടെ മക്കളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എന്നെയും നിങ്ങളെയും അധ്യാപകരായി രക്ഷാകർത്താക്കളായി നിയോഗിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ തലമുറകളെ നയിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ പാത എന്താണെന്ന് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ആ നിയോഗം നമുക്ക് ഏവർക്കും ഏറ്റെടുക്കാം. ഏലി പുരോഹിതൻ ശമൂവേൽ ബാലനെ ദൈവശബ്ദം കേൾക്കാൻ പരിശീലിപ്പിച്ചു. അതുപോലെ നമുക്കും നമ്മുടെ മക്കളെ ദൈവശബ്ദം കേൾക്കാൻ കാതോർപ്പിക്കാം. 244 അഖില ലോക സൺഡേ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശു ക്രിസ്തുവിങ്കൽ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.